ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന വീഡിയോ എന്ന് പറയുന്നത് ബാർ കൗൺസിൽ ID കാർഡിന് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അതിനായി നമ്മൾ ആദ്യം തന്നെ ബാർ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. ബാർ കൗൺസിൽ വെബ്സൈറ്റിൽ കയറുമ്പോഴേക്കും നമുക്കവിടെ ഒരു ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അതിനകത്ത് രജിസ്റ്ററും ഉണ്ട്, ലോഗിനും ഉണ്ട്. ഓൾറെഡി ലോഗിൻ ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി. നമ്മളുടെ ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ മെയിൽ ID പാസ്വേഡ് എല്ലാം എൻ്റർ ചെയ്ത് നമുക്കതിനകത്ത് എൻ്റർ ചെയ്താൽ മതി. ഇല്ലാത്തവർ KYM രജിസ്ട്രേഷൻ ചെയ്യണം. പുതിയ KYM രജിസ്ട്രേഷൻ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് അവൈലബിൾ ആണ് എൻ്റെ ചാനലിൽ. പിന്നെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിതുപോലെ ഡാഷ്ബോർഡ് ഓപ്പൺ ആവും. ഡാഷ്ബോർഡ് ഓപ്പൺ ആകുമ്പോൾ അവിടെ ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് എൻറോൾമെൻറ്റ് ഐഡൻറ്റിറ്റി കാർഡ് സർവീസസിൽ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയി വരും. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിരിക്കും. നമ്മൾ ചെക്ക് ചെയ്യുക എൻറോൾമെൻറ്റ് നെയിമൊക്കെ. എന്നിട്ട് റീസൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റീസൺ ഫോർ ഐഡൻറ്റിറ്റി കാർഡ് എന്താണ് എന്നുള്ളത് പറയണം. അപ്പോൾ നമുക്ക് റിന്യൂവൽ ആയതുകൊണ്ട് ഞാൻ റിന്യൂവൽ ഓഫ് ഐഡൻറ്റിറ്റി കാർഡാണ് പ്രസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ റിന്യൂവലിനാണ് നമ്മൾ ആ ടൈമിൽ അത് യൂസ് ചെയ്യുന്നത്. അതുകഴിഞ്ഞ് നമുക്ക് 4 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. 4 ഡോക്യുമെൻറ്റ്സിൽ ഒന്ന് ID കാർഡാണ്. അപ്പോൾ ID കാർഡ് ഞാൻ ആധാർ കാർഡാണ് എടുത്തേക്കുന്നത്. ഏതാണെങ്കിലും ID കാർഡ് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് ആധാർ കാർഡ് ഞാൻ അപ്ലോഡ് ചെയ്തു. അത് നമ്മൾ PDF ആക്കി സേവ് ചെയ്തിട്ടുണ്ടാവണം ആദ്യമേ കമ്പ്യൂട്ടറിൽ. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് നമ്മളുടെ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റാണ്. അത് ഞാൻ എൻറോൾ ചെയ്ത് കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റാണ്, LLBയുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, അതും അപ്ലോഡ് ചെയ്ത് വിട്ടു. പിന്നെ അടുത്ത ഫോട്ടോഗ്രാഫ്സ്, അപ്പോൾ നമ്മുടെ റോബ്സിലുള്ള അഡ്വക്കേറ്റിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വിട്ടിട്ട് ആപ്ലിക്കേഷൻ ഫീ താഴെ പറയുന്നുണ്ട് 200 രൂപ എന്ന്. അപ്പോൾ ഐ എഗ്രി എന്ന് പറയുന്ന താഴെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് 200 അടയ്ക്കാനുള്ള ഡയറക്റ്റ് അടയ്ക്കാനുള്ളതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് ഓപ്പൺ ആയി പോകും. അപ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. UPI പേയ്മെൻറ്റ് വഴിയാണ് ഞാൻ അടയ്ക്കുന്നത്. പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് കൊടുക്കുക. UPI ID ഞാൻ കൊടുത്ത് അത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മേക്ക് പേയ്മെൻറ്റ് കൊടുത്തപ്പോഴേക്കും പേയ്മെൻറ്റ് പേ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 5 മിനിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോയി പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്കിതുപോലെ റെസിപ്റ്റ് വരും. റെസിപ്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ത്രൂ ഇമെയിലായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇമെയിലിലൂടെ നമ്മുടെ കാർഡ് റെഡി ആക്കുമ്പോൾ അറിയാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് ബാർ കൗൺസിലേക്ക് വിളിച്ചാലും മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.